നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്ഥിരമായിട്ട് നമ്മുടെ കേരള PSCയിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് പഞ്ചവത്സര പദ്ധതികളും അതിൻ്റെ ലക്ഷ്യങ്ങളും. പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു ക്ലാസ് ചെയ്യാം. അതിനു മുന്നേ ഓരോ പഞ്ചവത്സര പദ്ധതിയും അതിൻ്റെ ലക്ഷ്യങ്ങളും അതിൻ്റെ കാലയളവും നമ്മൾ എന്ത് ചെയ്യണം, വളരെ വ്യക്തമായിട്ട് പഠിച്ചിരിക്കണം. അപ്പോൾ ഇന്ന് വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി മുതൽ 12ാമത്തെ പഞ്ചവത്സര പദ്ധതി വരെ അതിൻ്റെ കാലയളവും അതിൻ്റെ ലക്ഷ്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചു പോവാം. അപ്പോൾ നിങ്ങളും എന്ത് ചെയ്യും, എൻ്റെ ഒപ്പം തന്നെ പഠിച്ചു വരണം. ഓക്കെ, അപ്പോൾ നമുക്ക് കടക്കാം ഒന്നാം പഞ്ചവത്സര പദ്ധതി. ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി നമുക്കറിയാം 1951-56 ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം. അപ്പോൾ ശ്രദ്ധിക്കുക, ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്താണ്? 1951 മുതൽ 56 വരെയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? കാർഷിക മേഖലയിലെ വികസനമാണ് അല്ലെ, സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് അല്ലെ. കാർഷിക മേഖലയിലെ വികസനം എന്താണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമാണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഒന്നാം പഞ്ചവത്സര ക്ലിയർ അല്ലേ? ഒന്നാം പഞ്ചവത്സര പദ്ധതി 51-56 കാർഷിക മേഖലയിലെ വികസനം. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ശ്രദ്ധിക്കുക, 56-61. 5 വർഷമാണ് ഇതിന്റെ ഗ്യാപ്പ് എന്നറിയാം അല്ലേ. ഇതിന്റെ ഇടയിൽ 1-2 ബ്രേക്ക് വരുന്നുണ്ട്, അതൊക്കെ നമുക്ക് പഠിക്കണം. ഓക്കെ, അപ്പോൾ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം നമ്മൾ പറഞ്ഞു 1956 മുതൽ 1961 വരെയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം. ഈ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? വ്യാവസായിക മേഖലയിലെ വികസനമാണ് അല്ലെ. വ്യാവസായിക വികസനമാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. അപ്പോൾ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? വ്യാവസായിക വികസനം. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? കാർഷിക മേഖലയിലെ വികസനം. 51-56 ഒന്നാം പഞ്ചവത്സര പദ്ധതി, 56-61 രണ്ടാം പഞ്ചവത്സര പദ്ധതി. അങ്ങനെയാണെങ്കിൽ മൂന്നാം പഞ്ചവത്സര പദ്ധതി നടക്കുന്ന എപ്പോഴായിരിക്കും? അതിനുശേഷമുള്ള 5 വർഷം, ദാറ്റ് മീൻസ് 61 മുതൽ 66 വരെ അല്ലേ. അപ്പൊ മൂന്നാം പഞ്ചവത്സര പദ്ധതി നടക്കുന്നത് 61 മുതൽ 66 വരെ. ഈ മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? ഭക്ഷ്യ സ്വയം പര്യാപ്തതയും അതുപോലെ തന്നെ സമ്പദ്ഘടനയിലെ സ്വയം പര്യാപ്തതയും. സ്വയം പര്യാപ്തതയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്. സ്വയം പര്യാപ്തത ഏതൊക്കെ മേഖലകളിലാണ്? അല്ലെങ്കിൽ ഭക്ഷണ കാര്യത്തിൽ അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ ഉൽപാദനം എന്ന് വെച്ചാൽ ഫുഡ് പ്രോഡക്ട്സിന്റെ ഒക്കെ സ്വയം പര്യാപ്തതയും അതിന്റെ കൂടെ തന്നെ സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയും. 3 പഠിച്ചു. 51-56 ഒന്നാം പഞ്ചവത്സര പദ്ധതി, ലക്ഷ്യം കാർഷിക മേഖലയിലെ വികസനം. 56-61 രണ്ടാം പഞ്ചവത്സര പദ്ധതി, വ്യാവസായിക വികസനം. 61-66 മൂന്നാം പഞ്ചവത്സര പദ്ധതി, ഭക്ഷ്യ സ്വയം പര്യാപ്തതയും അതുപോലെ തന്നെ സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയും. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്കടുത്ത് 4ാമത്തെ പഞ്ചവത്സര പദ്ധതിയിലേക്ക് പോകാം. 4ാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ വർഷം ഒന്ന് ശ്രദ്ധിച്ചേ. 1969 മുതൽ 74 വരെയാണ്. ഇതിന്റെ ഇടയിൽ ഒരു ബ്രേക്ക് വന്നിട്ടില്ലേ? കാര്യം 66 കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് 69ലാണ്. അവിടെ വരുന്നത് 3 വർഷത്തെ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. ഈ ഗ്യാപ്പിനെ നമ്മൾ പ്ലാൻ ഹോളിഡേ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, പ്ലാൻ ഹോളിഡേ മൂന്നാം പഞ്ചവത്സര പദ്ധതിക്ക് ശേഷം ഒരു പ്ലാൻ ഹോളിഡേ വരുന്നുണ്ട്. ഈ പ്ലാൻ ഹോളിഡേക്ക് ശേഷം വരുന്നതാണ് 4ാം പഞ്ചവത്സര പദ്ധതി. അതുകൊണ്ട് ആ വർഷം തെറ്റിക്കരുത്. 69 മുതൽ 74 വരെ, 1969 മുതൽ 1974 വരെയാണ് എന്ത്? നമ്മുടെ 4ാം പഞ്ചവത്സര പദ്ധതി. 4ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്താണെന്ന് അറിഞ്ഞിരിക്കുക. സ്ഥിരതയോടുകൂടിയ വളർച്ച മാത്രമല്ല സ്വയാശ്രയം അല്ലെങ്കിൽ സ്വാശ്രയം എന്ന് പറയും അല്ലെ. സ്വാശ്രയം എന്തൊക്കെയാണ്? സ്ഥിരതയോടുകൂടിയ വളർച്ചയും സ്വാശ്രയവുമാണ് 4ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. അപ്പൊ നിങ്ങളൊന്ന് കാണാതെ പറഞ്ഞു നോക്കിയേ, ഒന്നാം പഞ്ചവത്സര പദ്ധതി എപ്പോഴാണ്? 51-56. അതിന്റെ ലക്ഷ്യം എന്താണ്? കാർഷിക മേഖലയിലെ വികസനമാണ് അല്ലെ. രണ്ടാം പഞ്ചവത്സര പദ്ധതി ഒന്ന് ആലോചിച്ച് നോക്കിയേ, 56-61. അതിന്റെ ലക്ഷ്യം എന്തായിരുന്നു? വ്യാവസായിക മേഖലയിലെ വളർച്ചയാണ്. മൂന്നാം പഞ്ചവത്സര പദ്ധതി നോക്കിയേ, 61-66. മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു? ഭക്ഷ്യ സ്വയം പര്യാപ്തതയും മാത്രമല്ല സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയും. 4ാം പഞ്ചവത്സര പദ്ധതിക്ക് മുന്നേ ഒരു സാധനം വരുന്നുണ്ട്, പ്ലാൻ ഹോളിഡേ. ഈ പ്ലാൻ ഹോളിഡേക്ക് ശേഷം വരുന്നതാണ് 4ാം പഞ്ചവത്സര പദ്ധതി. അപ്പോൾ 3 വർഷത്തെ ഗ്യാപ്പ് കൂടെ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ വരുന്ന എപ്പോഴാണ്? 1969 മുതൽ 1974 വരെയാണ് നമ്മുടെ 4ാം പഞ്ചവത്സര പദ്ധതി. 4ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു? സ്ഥിരതയോടുകൂടിയ വളർച്ചയും മാത്രമല്ല സ്വാശ്രയവും. ഓക്കെ അല്ലേ? അപ്പൊ 4 പഞ്ചവത്സര പദ്ധതികൾ ക്ലിയർ ആണ്, സെറ്റ് ആണ്.
അഞ്ചാമത്തേതിലേക്ക് കിടക്കാം. അഞ്ചാം പഞ്ചവത്സര പദ്ധതി നടക്കുന്നത് 74 മുതൽ 78 വരെയാണ്. ശ്രദ്ധിക്കുക, അഞ്ചാം പഞ്ചവത്സര പദ്ധതി നടക്കുന്നത് 1974 മുതൽ 1978 വരെയാണ് എന്ത് ചെയ്യുന്നത്, അഞ്ചാം പഞ്ചവത്സര പദ്ധതി നടക്കുന്നത്. ഈ അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു എന്നറിയാമോ? ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് കേട്ടോ. ഇത് മാത്രമല്ല, ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് ഒരു ക്ലാസ്സിൽ ഉടനെ തന്നെ പഠിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം അറിഞ്ഞിരിക്കുക, ദാരിദ്ര്യ നിർമ്മാർജ്ജനം. അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജനം. വർഷം ശ്രദ്ധിക്കുക, 1974 മുതൽ 1978 വരെയാണ് എന്ത്, നമ്മുടെ അഞ്ചാമത്തെ പഞ്ചവത്സര പദ്ധതി നടക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ 5 പഞ്ചവത്സര പദ്ധതി പഠിച്ചു. ഒന്നാമത്തതിന്റെ ലക്ഷ്യം കാർഷിക മേഖലയിലെ വികസനം, രണ്ടാം പഞ്ചവത്സര പദ്ധതി വ്യാവസായിക വികസനം, മൂന്നാം പഞ്ചവത്സര പദ്ധതി ഭക്ഷ്യ സ്വയം പര്യാപ്തതയും മാത്രമല്ല സമ്പദ്ഘടനയിലെ സ്വയം പര്യാപ്തതയും, നാലാം പഞ്ചവത്സര പദ്ധതി സ്ഥിരതയോടുകൂടിയ വളർച്ചയും സ്വാശ്രയത്വവും, അതുപോലെ തന്നെ അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനം, പോവർട്ടി ഇറാഡിക്കേഷൻ. അടുത്ത് ആറാം പഞ്ചവത്സര പദ്ധതിക്ക് മുന്നേ ഒരു സാധനം വരുന്നുണ്ട്, റോളിംഗ് പ്ലാന്. ഈ 78 ശേഷം പിന്നതാ 80 വരുന്നത് അല്ലേ, അവിടെ ഒരു 2 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ 1978 ശേഷം എന്താണ് നടക്കുന്നത്, ഒരു റോളിംഗ് പ്ലാൻ വരുന്നുണ്ട്. ഇതൊക്കെ എന്താണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ എന്തായാലും 78 ശേഷം ഒരു റോളിംഗ് പ്ലാൻ വരുന്നുണ്ട്. ഈ റോളിംഗ് പ്ലാനിന് ശേഷം 2 വർഷത്തിന് ശേഷം 1980 മുതൽ 1985 വരെ വരുന്നതാണ് നമ്മുടെ ആറാമത്തെ പഞ്ചവത്സര പദ്ധതി. ഈ ആറാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്താണെന്ന് അറിയാമോ? കാർഷിക വ്യാവസായിക മേഖലകളിലെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കൽ. എന്താണ്? കാർഷിക വ്യാവസായിക മേഖലയിലെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നതാണ് ആറാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിട്ട് വരുന്നത്. ശ്രദ്ധിക്കുക, ആറാമത്തെ പഞ്ചവത്സര പദ്ധതി 1980 മുതൽ 1985 വരെ ലക്ഷ്യം എന്തായിരുന്നു? കാർഷിക വ്യാവസായിക മേഖലകളിലെ എന്താണ്, അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക. കാർഷിക വ്യാവസായിക മേഖലകളിലെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നതാണ് ആറാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിട്ട് വരുന്നത്. അപ്പോൾ അടുത്ത ഏഴാം പഞ്ചവത്സര പദ്ധതി വേറെ ഗ്യാപ്പ് ഒന്നുമില്ല, 1985 കഴിഞ്ഞ് പിന്നെ 85 തന്നെയാണ് അടുത്ത് വരുന്നത്. 85 മുതൽ 90 വരെ വരുന്നതാണ് ഏഴാം പഞ്ചവത്സര പദ്ധതി. ഏഴാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം ശ്രദ്ധിക്കുക, ആധുനികവൽക്കരണവും തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കലുമാണ്. അപ്പൊ എന്താണ്? 1985 മുതൽ 90 വരെ വരുന്ന ഏഴാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു? ആധുനികവൽക്കരണവും തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കലും. അപ്പൊ 7 നമ്മൾ നോക്കിയില്ലേ, നമുക്കിനി 7 ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു? കാർഷിക മേഖലയിലെ വികസനം. രണ്ടാമത്തെ എന്താണ്? വ്യാവസായിക മേഖലയിലെ വികസനം. മൂന്നാമത്തെ എന്താണ്? ഭക്ഷ്യ സ്വയം പര്യാപ്തതയും അതുപോലെ തന്നെ സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയും. നാലാമത്തെ എന്തായിരുന്നു? സ്ഥിരതയോടുകൂടിയ വളർച്ചയും മാത്രമല്ല എന്താണ്? സ്വാശ്രയത്വം അല്ലെ, സ്ഥിരതയോടുകൂടിയ വളർച്ചയും സ്വാശ്രയത്വവും. അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു? ദാരിദ്ര്യ നിർമ്മാർജ്ജനം. അഞ്ചാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജനം. ആറാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു? കാർഷിക വ്യാവസായിക മേഖലകളിലെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കൽ. കാർഷിക വ്യാവസായിക മേഖലയിലെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഏതാണ്? അത് 6 ആണ് കേട്ടോ. ഇതും നമുക്ക് 1ഉം 6ഉം തമ്മിൽ തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. ഒന്നാമത്തേൽ പറയുന്നത് കാർഷിക മേഖലയിലെ വികസനം, എന്നാൽ ആറാമത്തേൽ പറയുന്നത് എന്താണ്? കാർഷിക വ്യാവസായിക മേഖലകളിലെ അടിസ്ഥാന സൗകര്യം. ഈ ഒന്നാമത്തേൽ കാർഷികമാണ്, രണ്ടാമത്തേൽ വ്യാവസായികമാണ്. അപ്പോൾ 1ഉം 2ഉം കൂടി ഒരുമിച്ച് വരുന്നൊരു പരിപാടിയാണ് ആറാമത്തതിനകത്ത് വരുന്നത്. കാര്യം കാർഷിക വ്യാവസായിക മേഖലകളിലെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കാനാണ് ആറാം പഞ്ചവത്സര പദ്ധതിയിൽ പറയുന്നത്. അടുത്ത ഏഴാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു? ആധുനികവൽക്കരണവും തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കലും. ഏഴാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു? ആധുനികവൽക്കരണവും അതുപോലെ തന്നെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കലും. അപ്പോൾ നമ്മൾ 7 പറഞ്ഞു. ക്ലിയർ അല്ലേ? ഒന്നും കൂടി പറയാം, ഒന്നും കൂടി നിങ്ങളൊന്ന് മനസ്സിലൊന്ന് റിവൈസ് ചെയ്ത് നോക്കുക. ഓക്കെ, ഒന്നാമത്തെ എന്തായിരുന്നു? കാർഷിക മേഖലയിലെ വികസനം. വർഷം നമ്മൾ പറഞ്ഞു 51, 56. രണ്ടാമത്തെ എപ്പോഴായിരുന്നു? 56, 61 ആയിരുന്നു വ്യാവസായിക മേഖലയിലെ വളർച്ച. മൂന്നാമത്തെ എപ്പോഴായിരുന്നു? 61, 66 മൂന്നാമത്തേത്. അതിന്റെ ലക്ഷ്യം എന്തായിരുന്നു? ഭക്ഷ്യ സ്വയം പര്യാപ്തതയും സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയും. അതിനുശേഷം ഒരു പ്ലാൻ ഹോളിഡേ വരുന്നുണ്ട്. ഓക്കെ, മൂന്നാമത്തതിന് ശേഷം ഒരു പ്ലാൻ ഹോളിഡേ വരുന്നുണ്ട്. പിന്നെ നാലാമത്തെ വരുന്നത് 69, 74. ഈ 69, 74 നാലാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു? സ്ഥിരതയോടുകൂടിയ വളർച്ചയും സ്വാശ്രയത്വവും അല്ലെ, സ്ഥിരതയോടുകൂടിയ വളർച്ചയും കൂടാതെ സ്വാശ്രയത്വവും. അടുത്ത് അഞ്ചാമത്തെ എപ്പോഴായിരുന്നു? 74, 78 അഞ്ചാം പഞ്ചവത്സര പദ്ധതി. അതിന്റെ ലക്ഷ്യം എന്തായിരുന്നു? ദാരിദ്ര്യ നിർമ്മാർജ്ജനം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തെ കുറിച്ച് പറയുന്ന പഞ്ചവത്സര പദ്ധതി ചോദിച്ചിട്ടുള്ളതാണ്, അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണ്.
ആറാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു? കാർഷിക വ്യാവസായിക മേഖലകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കൽ. കാർഷിക വ്യാവസായിക മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനാണ് ആറാം പഞ്ചവത്സര പദ്ധതിയിൽ പറയുന്നത്. ഏഴാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു? ആധുനികവൽക്കരണവും തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കലും. ഈ അഞ്ചാം പഞ്ചവത്സര പദ്ധതിക്ക് ശേഷം ഒരു റോളിംഗ് പ്ലാൻ വരുന്നുണ്ട്. ഏഴാം പഞ്ചവത്സര പദ്ധതിക്ക് ശേഷം ഒരു വാർഷിക പദ്ധതി വരുന്നുണ്ട്. ഈ വാർഷിക പദ്ധതിയും 2 വർഷത്തെ ഗ്യാപ്പാണ്. പ്ലാൻ ഹോളിഡേക്ക് 3 വർഷത്തെ ഗ്യാപ്പ് വരുന്നുണ്ട്. റോളിംഗ് പ്ലാനിന് ഇവിടെ 2 വർഷത്തെ ഗ്യാപ്പ് വരുന്നുണ്ട്. വാർഷിക പദ്ധതിക്ക് ഇവിടെ എത്ര വരുന്നുണ്ട്? 2 വർഷത്തെ ഗ്യാപ്പ് വരുന്നുണ്ട് കേട്ടോ. ശ്രദ്ധിക്കുക, ഏഴാം പഞ്ചവത്സര പദ്ധതി 1985-90 ആണ്. എട്ടാം പഞ്ചവത്സര പദ്ധതി 2 വർഷത്തെ ഗ്യാപ്പ് നമ്മുടെ വാർഷിക പദ്ധതി ഇയർലി പ്ലാനിന് ശേഷം 1992 മുതൽ 97 വരെയാണ് എട്ടാം പഞ്ചവത്സര പദ്ധതി വരുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, എട്ടാം പഞ്ചവത്സര പദ്ധതി എപ്പോഴായിരുന്നു? 1992 മുതൽ 97 വരെയാണ് എന്ത്? എട്ടാമത്തെ പഞ്ചവത്സര പദ്ധതി. എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു അറിയാമോ? മാനവശേഷി വികസനമാണ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹ്യൂമൻ ക്യാപിറ്റൽ ഡെവലപ്മെന്റ് ആണ് കേട്ടോ. മാനവശേഷി വികസനമാണ് എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. അപ്പോൾ എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു? മാനവശേഷി വികസനം. എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? മാനവശേഷി വികസനം. ഒൻപതാം പഞ്ചവത്സര പദ്ധതി നോക്കിയേ, 1997 മുതൽ 2002 വരെയാണ്. ഒൻപതാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? 1997 മുതൽ 2002 വരെയാണ് എന്ത്? ഒൻപതാം പഞ്ചവത്സര പദ്ധതി. ഈ ഒൻപതാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്താണെന്ന് അറിയാമോ? ഗ്രാമീണ വികസനവും അതുപോലെ തന്നെ വികേന്ദ്രീകൃത ആസൂത്രണവും. എന്താണ്? 2 ലക്ഷ്യങ്ങളാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. ഗ്രാമീണ വികസനവും അതുപോലെ തന്നെ വികേന്ദ്രീകൃത ആസൂത്രണവും. ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണത്തെ കുറിച്ച് പറയുന്നത് 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. അതിന്റെ വർഷം എപ്പോഴാണ്? 1997 മുതൽ 2002 വരെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ 9ാം പഞ്ചവത്സര പദ്ധതി വരുന്നത്. അപ്പോൾ എട്ടാമത്തെ ലക്ഷ്യം എന്തായിരുന്നു? എട്ടാമത്തെ വർഷം എപ്പോഴാണ്? 92 മുതൽ 97 വരെയാണ് എട്ടാമത്തത്. 7ന് ശേഷം ഒരു വാർഷിക പദ്ധതി, ഒരു ഇയർലി പ്ലാൻ വരുന്നുണ്ട് 2 വർഷത്തത്. അതിനുശേഷം എട്ടാമത്തെ വരുന്നുണ്ട്. എട്ടാമത്തെ ലക്ഷ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാനവശേഷി വികസനം. ഒൻപതാമത്തെ വർഷം നമുക്കറിയാം 1997 മുതൽ 2002 വരെയാണ് 9ാം പഞ്ചവത്സര പദ്ധതി. ഈ 9ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു? നമ്മൾ പറഞ്ഞു 9ന്റെ ലക്ഷ്യമാണ് ഗ്രാമീണ വികസനവും അതുപോലെ തന്നെ വികേന്ദ്രീകൃത ആസൂത്രണവും. ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും. അടുത്ത് 10ാം പഞ്ചവത്സര പദ്ധതിയുടെ വർഷം ശ്രദ്ധിച്ചേ, 2002 മുതൽ 2007 വരെയാണ്. നമ്മുടെ 10ാമത്തെ പഞ്ചവത്സര പദ്ധതി എപ്പോഴാണ്? 2002 മുതൽ 2007 വരെയാണ്. ഈ 2002-2007 10ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു? മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കൽ. ക്യാപിറ്റൽ ഡെവലപ്പ് ചെയ്യൽ, ക്യാപിറ്റലിന്റെ നിക്ഷേപണം കൂട്ടുക എന്ന് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ 2002-2007 ആണ് നമ്മുടെ 10ാം പഞ്ചവത്സര പദ്ധതി വരുന്നത്. ഈ 10ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമാണ് നമ്മൾ പറഞ്ഞത് മൂലധന നിക്ഷേപം എന്ത് ചെയ്യുക? വർദ്ധിപ്പിക്കുക. 11ാം പഞ്ചവത്സര പദ്ധതി വർഷം നമുക്കറിയാം 2007 മുതൽ 2012 വരെയാണ്. 2007 മുതൽ 2012 വരെ വരുന്നതാണ് നമ്മുടെ 11ാം പഞ്ചവത്സര പദ്ധതി. ഈ 11ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? മുഴുവൻ ജനങ്ങളുടെയും സമഗ്ര വികസനം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുള്ളതാണ്. മുഴുവൻ ജനങ്ങളുടെയും സമഗ്ര വികസനത്തിനെ കുറിച്ച് പറയുന്ന പഞ്ചവത്സര പദ്ധതി എന്ന് ചോദിച്ചാൽ അത് 11ാം പഞ്ചവത്സര പദ്ധതിയാണ്. മുഴുവൻ ജനങ്ങളുടെയും സമഗ്ര വികസനത്തിനെ കുറിച്ച് പറയുന്ന പഞ്ചവത്സര പദ്ധതി ചോദിച്ചാൽ അത് നമ്മുടെ 7ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണെന്ന് അറിഞ്ഞിരിക്കുക. 11ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ നമ്മൾ 8 പറഞ്ഞു. 8ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു? എട്ടാമത്തത് മാനവശേഷി വികസനമാണ്, 92-97. 9ാമത്തെ നമ്മൾ പറഞ്ഞു 97 മുതൽ 2002 വരെയാണ് 9ാമത്തത്. അതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും. 10ാം പഞ്ചവത്സര പദ്ധതിയെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2002-2004 ആണ് നമ്മുടെ 10ാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. ഈ 10ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു? 10ാമത്തെ ലക്ഷ്യമാണ് മൂലധന നിക്ഷേപം എന്ത് ചെയ്യുക? വർദ്ധിപ്പിക്കുക. 11ാം പഞ്ചവത്സര പദ്ധതി നമുക്കറിയാം 2007 മുതൽ 2012 വരെയാണ് നമ്മുടെ 11ാമത്തെ പഞ്ചവത്സര പദ്ധതി വരുന്നത്. ഈ 11ാം പഞ്ചവത്സര
പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമാണ് നമ്മൾ പറഞ്ഞ് മുഴുവൻ ജനങ്ങളുടെയും സമഗ്ര വികസനം അല്ലെ, അല്ലെങ്കിൽ മുഴുവൻ ജനങ്ങളുടെയും സമഗ്ര വികസനമാണ് നമ്മുടെ 11ാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. 12ാമത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും അവസാനത്തെ നമ്മുടെ നിതി ആയോഗ്, നമ്മുടെ ഈ ഒരു പ്ലാനിംഗ് കമ്മീഷൻ കൊണ്ടുവന്ന ഈ ഒരു 5 ഇയർ പ്ലാനിനെയൊക്കെ മാറ്റി പിന്നെ ഒരു നിതി ആയോഗ് വരത്തില്ലേ, അതിന് മുമ്പേ ഉള്ള ഏറ്റവും അവസാനത്തെ നമ്മുടെ 5 ഇയർ പ്ലാനാണ് ഏത്, 12ാം പഞ്ചവത്സര പദ്ധതി. ഈ 12ാം പഞ്ചവത്സര പദ്ധതിയുടെ വർഷം ശ്രദ്ധിക്കുക, 2012 മുതൽ 2017 വരെയാണ് 12ാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ വർഷം വരുന്നത്. ഇതിന്റെ ലക്ഷ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സുസ്ഥിര വികസനം, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, സുസ്ഥിര വികസനത്തെ കുറിച്ച് പറയുന്ന പഞ്ചവത്സര പദ്ധതി ഏതെന്ന് ചോദിച്ചാൽ അതെന്താണ്, അത് നമ്മുടെ 12ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്യാം. ഈ 12 പഞ്ചവത്സര പദ്ധതി ഞാൻ ഒന്നും കൂടി ഒന്ന് വളരെ പെട്ടെന്ന് പറയും. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ബോർഡിലോട്ട് ഒന്ന് നോക്കുക. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്, ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ വർഷം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1951 മുതൽ 56 വരെ. അതിൻ്റെ ലക്ഷ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാർഷിക മേഖലയിലെ വികസനം. രണ്ടാം പഞ്ചവത്സര പദ്ധതി ശ്രദ്ധിക്കേണ്ടത് 1956 മുതൽ 61 വരെയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി, ലക്ഷ്യം വ്യാവസായിക വികസനം. മൂന്നാം പഞ്ചവത്സര പദ്ധതി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1961-66 മൂന്നാം പഞ്ചവത്സര പദ്ധതി, ലക്ഷ്യം നമ്മുടെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയും അതുപോലെ തന്നെ സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയും. നാലാമത്തെ പഞ്ചവത്സര പദ്ധതിക്ക് മുന്നേ ഒരു പ്ലാൻ ഹോളിഡേ വരുന്നുണ്ട്. ഈ നാലാം പഞ്ചവത്സര പദ്ധതി വരുന്നത് 3 വർഷത്തെ പ്ലാൻ ഹോളിഡേക്ക് ശേഷം 1969 മുതൽ 74 വരെയാണ്. ഇതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു, സ്ഥിരതയോടുകൂടിയ വളർച്ചയും സ്വാശ്രയത്വവും. അഞ്ചാം പഞ്ചവത്സര പദ്ധതി എന്താണ്, അഞ്ചാം പഞ്ചവത്സര പദ്ധതി നടക്കുന്നത് 1974 മുതൽ 78 വരെയാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് ലക്ഷ്യമായിട്ട് വരുന്നത്. 5-ന് ശേഷം ഒരു റോളിംഗ് പ്ലാൻ വരുന്നുണ്ട് 2 വർഷത്തെ. അതിനുശേഷം 1980-85 ആറാം പഞ്ചവത്സര പദ്ധതി വരുന്നുണ്ട്. കാർഷിക വ്യാവസായിക മേഖലകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നതാണ് ഈ ഒരു ആറാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിട്ട് വരുന്നത്. അടുത്ത 7ാമത്തെ പഞ്ചവത്സര പദ്ധതി 1985-90, ലക്ഷ്യം ആധുനികവൽക്കരണവും തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കലും. അതിനുശേഷം 8ാമത്തെ പഞ്ചവത്സര പദ്ധതിക്ക് മുന്നേ ഒരു 2 വർഷത്തെ വാർഷിക പദ്ധതി വരുന്നുണ്ട്. അത് വരുന്നത് എപ്പോഴാണ്, 1992-97 നമ്മുടെ 8ാമത്തെ പഞ്ചവത്സര പദ്ധതി വരുന്നത്. 92-97 മാനവശേഷി വികസനമാണ് അതിൻ്റെ ലക്ഷ്യമായിട്ട് വരുന്നത്. 9ാം പഞ്ചവത്സര പദ്ധതി 1997-2002 ലക്ഷ്യം ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും. 10ാം പഞ്ചവത്സര പദ്ധതി 2002-2007 ലക്ഷ്യം മൂലധന നിക്ഷേപണം. അതുപോലെ തന്നെ 11ാം പഞ്ചവത്സര പദ്ധതി 2007-2012 ലക്ഷ്യം മുഴുവൻ ജനങ്ങളുടെയും സമഗ്ര വികസനം. 12ാം പഞ്ചവത്സര പദ്ധതി 2012-2017 ലക്ഷ്യം സുസ്ഥിര വികസനം, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് വീഡിയോയിൽ ഈ ഒരു 12 പഞ്ചവത്സര പദ്ധതിയുടെ വർഷങ്ങളും അതിൻ്റെ ലക്ഷ്യങ്ങളും പഠിച്ചു. ഒരു കാരണവശാലും ഈ ക്ലാസ് നിങ്ങൾ മാറ്റിക്കളയരുത്, കാരണം ഇതിൽ നിന്ന് ചോദ്യം ഉറപ്പായിട്ടുണ്ടാവും. അതിപ്പോൾ LGS ആയിക്കോട്ടെ, LD ആയിക്കോട്ടെ, +2 ആയിക്കോട്ടെ, ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ, ഏത് പരീക്ഷ ആയിക്കോട്ടെ, ഇതിൽ നിന്നൊരു ചോദ്യം തീർച്ചയായിട്ടും ഉണ്ടാവും. ഏത് പരീക്ഷക്കാർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലാസ് ആണിത്. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, 1-2 തവണ ഈ ക്ലാസ് ഒന്ന് കാണുക. ഇതിൻ്റെ നോട്ടുകൾ നിങ്ങളൊന്ന് എഴുതിയെടുത്ത് പഠിക്കാനായിട്ട് തന്നെ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ PSC അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യുക. ലിങ്ക് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് കൂടി നിങ്ങളൊന്ന് ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നോളജ് ഫാക്ടറി PSC എന്ന് പറയുന്ന ഈ ഒരു ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. പുതിയ വീഡിയോ ക്ലാസ്സും ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.